ഇന്ന് നമുക്ക് 2024 റിലീസായ സ്വർഗവാസൽ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു. കണ്ടാലേ എല്ലാവർക്കും പാവം തോന്നും. എല്ലാവരോടും ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് അവൻ പറയുന്നുമുണ്ട്. അത് കേട്ട് എല്ലാവർക്കും അവന് വിശ്വാസമായി. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ ജയിലിലുള്ള കുറച്ചു പേർക്ക് ഇവൻ എന്തോ കാര്യം എല്ലാവരിൽ നിന്നും മറയ്ക്കുന്നു എന്ന കാര്യം മനസ്സിലാകുന്നു. ഇവൻ എന്തിനാണ് ഇങ്ങനൊരു നാടകം കളിക്കുന്നത്? സത്യത്തിൽ ഇവൻ നല്ലവനാണോ അതോ അല്ലയോ? ഫുൾ സിനിമയുടെ സ്റ്റോറി അറിയാനായിട്ട് വീഡിയോ കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. എല്ലാ ജയിലിലും കാണും ആ ജയിലിനെ ഫുൾ കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഒരു ഗുണ്ട. അതുപോലെ തന്നെ ഈ സിനിമയിലും ഒരാളുണ്ട്, സിഗ. സിഗയ്ക്ക് 3 കൂട്ടാളികളുണ്ട്. ടൈഗർ, ഒരു നീഗ്രോക്കാരനും പിന്നെ ഒരു ഇലങ്കൈ തമിഴനും. ഈ ടൈഗർ എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും ദേഷ്യമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി. അതിൽ ശരിയോ തെറ്റോ അങ്ങനെ ഒന്നും അവൻ ചിന്തിക്കത്തേയില്ല. എന്നാൽ നീഗ്രോക്കാരനാണെങ്കിലോ എന്ത് തെറ്റ് ചെയ്താലും ദൈവം അതിന് പരിഹാരം കണ്ടെത്തി തരും, അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും എന്ന് ചിന്തിക്കുന്ന ആളാണ്. എന്നാൽ ഇലങ്കൈ തമിഴനാണെങ്കിലോ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൽ തെറ്റും കാണും ശരിയും കാണും. നമ്മളെപ്പോഴും ശരിയോടൊപ്പം മാത്രമേ നിൽക്കാവൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇവർ 3 പേരും പറയുന്ന കാര്യമാണ് സിഗ കേൾക്കുന്നതും. ഇവർ 4 പേരും ചേർന്നാണ് ആ ജയിലിനെ കൺട്രോളിൽ വെച്ചിരിക്കുന്നത് തന്നെയും. സിഗ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ടൈഗറിനോടും ആ നീഗ്രോക്കാരനോടും ഇലങ്കൈ തമിഴനോടും ചർച്ച ചെയ്തിട്ടാണ് എന്ത് കാര്യവും ചെയ്യുന്നതും. ജയിലിലുള്ള മറ്റു കുറ്റവാളികൾക്ക് മാത്രമല്ല പോലീസിന് പോലും ഇവരെ 4 പേരെയും വലിയ പേടിയാണ്. ഇവർ പറയുന്നതാണ് അവിടെ നടക്കുന്നത് പോലും. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലവനാകണം, നല്ല പേര് നേടണമെന്നും സിഗ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു മന്ത്രി സിഗയെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരു IPS കാരൻ വല്ലാത്ത തൊല്ലയാണ്, അവനെ ഒതുക്കി തരണം, നിന്റെ ആളുകളെ വിട്ട് അവനെ ഒന്ന് തീർക്കണമെന്നും മന്ത്രി പറയുന്നു. ഞാൻ പറയുന്നതനുസരിച്ചാൽ ഉടനെ തന്നെ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്ന വാക്കും മന്ത്രി കൊടുക്കുകയാണ്. അങ്ങനെ സിഗ ആ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്. സിഗയ്ക്ക് കോള് വന്ന് 1 ആഴ്ച കഴിഞ്ഞതും ജയിലിലേക്ക് പുതുതായി കുറ്റം ചെയ്ത ആളുകളെയൊക്കെ കൊണ്ടുവരികയാണ്. അതിൽ നമ്മുടെ നായകനായ പാർത്ഥിപനുമുണ്ടായിരുന്നു. പാർത്ഥിപൻ ജയിലിലേക്ക് കടക്കുന്ന സമയത്ത് പോലീസ് ചോദിക്കുന്നത് നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അപ്പോൾ പാർത്ഥിപൻ പറയും, ഞാനൊരു IPS ഉദ്യോഗസ്ഥനെ കൊന്നു, പക്ഷേ ഞാനല്ല അത് ചെയ്തത്. ഇവിടെ ഒരു സിഗ എന്ന പേരുള്ള ഒരാളുടെ പേര് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല, ആരാണതെന്ന് എനിക്ക് അറിയത്തുമില്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള മറ്റു പോലീസുകാർ, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം നോക്കി ജീവിച്ചോളണം, അല്ലാതെ മറ്റാരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകരുതെന്ന് പറഞ്ഞ് പാർത്ഥിപനെ ജയിലിലേക്ക് കയറ്റുന്നു. പാവം പാർത്ഥിപൻ പറയുന്നത് ആരും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ കരഞ്ഞു പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? പാർത്ഥിപൻ യഥാർത്ഥത്തിൽ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ പാർത്ഥിപന്റെ ജീവിതത്തിലേക്ക് കടന്നാലല്ലേ അറിയൂ. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് പാർത്ഥിപൻ ആരാണ്, അവന്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ കാണിക്കുന്നത്. അമ്മയും കാമുകിയും പിന്നെ പാർത്ഥിപനും ചേർന്ന ഒരു കുഞ്ഞു ലോകമായിരുന്നു പാർത്ഥിപന്റേത്. പാർത്ഥിപന്റെ അമ്മയാണെങ്കിൽ അസുഖം വന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അമ്മയും പാർത്ഥിപനും ചേർന്ന് ഒരു ഉന്തുവണ്ടിയിൽ ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ്. അതെങ്ങനെയും വലിയ നിലയിൽ കൊണ്ടുവരണം എന്നതാണ് പാർത്ഥിപന്റെ ലക്ഷ്യവും. പാർത്ഥിപൻ അമ്മയിൽ തുടങ്ങി കാമുകിയിൽ അവസാനിക്കുന്നതാണ് അവന്റെ ജീവിതവും. അവന്റെ കാമുകിയാണെങ്കിൽ ഒരു പാവമാണ്. അവരുടെ ആ ഒരു ഉന്തുവണ്ടി ബിസിനസ് വലിയൊരു ഹോട്ടലിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കഷ്ടപ്പെടുന്ന ഒരാളാണ് പാർത്ഥിപന്റെ ആ ഒരു ഉന്തുവണ്ടി കടയിലേക്ക് എന്നും ഒരു IPS ഓഫീസർ വരുമായിരുന്നു. ഈ IPS ഓഫീസറിനെയാണ് പാർത്ഥിപൻ കൊന്നു എന്ന് പറയുന്നത്. ഈ IPS ഓഫീസറും പാർത്ഥിപനും നല്ല കമ്പനിയാണ്. മാത്രമല്ല പാർത്ഥിപന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് കൂടിയായിരുന്നു ഈ ഒരു IPS ഓഫീസർ. പാർത്ഥിപനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ഓഫീസർ ആയിരുന്നു. പാർത്ഥിപന്റെ ലക്ഷ്യം എന്തെന്നാൽ ഓഫീസറിന്റെ ശുപാർശയിൽ എങ്ങനെ ലോൺ എടുക്കണമെന്നാണ് ആഗ്രഹം. അത് പറഞ്ഞപ്പോൾ ആ ഓഫീസർ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പാർത്ഥിപനെ ഒരു ബാങ്കിൽ കൊണ്ടുപോയി ലോണിലുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. പക്ഷേ ലോണിനുള്ള ഓർഡർ വന്നിട്ടില്ല. എന്നാലും പാർത്ഥിപനെ ആ ഒരു ഓഫീസർ സഹായിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ ആ ഓഫീസറാണെങ്കിൽ അടുത്തുള്ളൊരു ഉന്തുവണ്ടി കടക്കാരൻ്റെ അടുത്ത്, എന്റെ വീട്ടിലെ പൈപ്പ് ഉടഞ്ഞ് ഒരുപാട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, ഏതെങ്കിലും പ്ലംബിംഗുകാരുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുന്നു. അന്നേ ദിവസം രാത്രി തന്നെ ഒരുപാട് ലേറ്റായാണ് പാർത്ഥിപൻ കടയടച്ചതും. അപ്പോൾ ആ ഉന്തുവണ്ടിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ പാർത്ഥിപനോട് പറയും, നമ്മുടെ ആ ഓഫീസറില്ലേ, ഓഫീസറിന്റെ വീട്ടിലെ പൈപ്പ് പൊട്ടിയെന്ന്, വെള്ളം പോകുന്നു, ഏതെങ്കിലും പ്ലംബിംഗുകാർ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പാർത്ഥിപനോട് പറഞ്ഞു. അത് കേട്ട പാർത്ഥിപൻ പറയും, ഇപ്പോഴാണോ നിങ്ങൾ ഇത് എന്നോട് പറയുന്നത്? നമ്മളെ ഒരുപാട് കാര്യത്തിൽ സഹായിച്ച ആളല്ലേ, നമുക്ക് തന്നെ അങ്ങ് ശരിയാക്കി കൊടുക്കാമെന്ന് പാർത്ഥിപൻ പറയുകയാണ്. എന്നിട്ട് നേരെ പാർത്ഥിപൻ തന്നെ ആ ഒരു IPS ഓഫീസറിന്റെ വീട്ടിലേക്കും പോകുന്നു. ഒറ്റയ്ക്കാണ് പോകുന്നത്. അങ്ങനെ പാർത്ഥിപൻ ഓഫീസറിന്റെ വീട്ടിലെത്തി. ഉറങ്ങുകയായിരുന്ന ആ ഓഫീസറിനെ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി ആരെയും വിളിച്ചു നടത്താതെ പൈപ്പ് ശരിയാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയായിരുന്നു. എന്നാൽ അത് അയൽവാസിയായ ഒരാൾ പുറത്തിറങ്ങിയപ്പോൾ കാണുകയും ചെയ്തു. ഇവൻ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുമുണ്ട്.
അടുത്ത ദിവസം പാർത്ഥിപനാണെങ്കിൽ ലോണിന്റെ കാര്യം സംസാരിക്കുവാനായിട്ട് IPS ഓഫീസറിനെ കാണുവാനായും പോകുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴോ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിരിക്കുന്ന IPS ഓഫീസറിനെയാണ് കണ്ടത്. പാർത്ഥിപൻ ചിന്തിക്കുന്നത്, അയ്യോ, ഈ ഒരു ഓഫീസർ മരണപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ ലോണിന്റെ കാര്യം എങ്ങനെ നടക്കും? ഇനി ആരാ എനിക്ക് ലോൺ എടുത്തു തരിക? എന്റെ ബിസിനസ് ഒന്നും നടക്കില്ലല്ലോ എന്നൊക്കെയാണ് പാർത്ഥിപൻ വിഷമിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് ആ കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ച പോലീസ് ഓഫീസർമാരാണെങ്കിൽ അടുത്തുള്ള അയൽവാസികളോടൊക്കെ തിരക്കുകയാണ്. അന്ന് പാർത്ഥിപൻ പൈപ്പ് ശരിയാക്കാൻ വന്ന സമയം പാർത്ഥിപനെ ഒരു അയൽവാസി കണ്ടിരുന്നല്ലോ. അവർ പോലീസിന് മൊഴി കൊടുക്കും. ഞാൻ അന്ന് രാത്രി പുറത്തിറങ്ങിയ സമയത്ത് ആ ഉന്തുവണ്ടി കട നടത്തുന്ന പയ്യനുണ്ടല്ലോ, അവൻ ഇവിടെ വന്നിട്ട് പോകുന്നത് കണ്ടു. എന്തിനാണ് വന്നതെന്നും എനിക്കറിയില്ല. എനിക്ക് അന്നേരം അവനെ സംശയം തോന്നി എന്നുള്ള കാര്യവും പോലീസിനോട് പറയുകയാണ്. കൂടാതെ ആ ഒരു അയൽവാസി ഒരു കാര്യവും കൂടി പറഞ്ഞിരുന്നു, അവന്റെ കയ്യിൽ ഒരു ആക്സാ ബ്ലേഡ് ഉണ്ടായിരുന്നുവെന്ന്. പിന്നെ നോക്കണോ, അതും കൂടെ ആയപ്പോൾ പോലീസുകാര് നമ്മുടെ പാർത്ഥിപനാണ് ആ ഒരു തെറ്റ് ചെയ്തതെന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. പോലീസുകാർക്ക് ഒരു കേസ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കണമെന്നാണല്ലോ. വേറെ ഒരു അന്വേഷണവും അവർ നടത്തിയില്ല. പാർത്ഥിപനെതിരെ ഒരു ഐ വിറ്റ്നസ് കൂടി ആയപ്പോൾ അവർ ആ കുറ്റം ചെയ്തത് പാർത്ഥിപൻ തന്നെയാണെന്ന് അന്വേഷിക്കാതെ ഉറപ്പുവരുത്തി. പാർത്ഥിപനെ അറസ്റ്റും ചെയ്തു. അങ്ങനെയാണ് പാർത്ഥിപൻ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നതും. പാർത്ഥിപന് പുറത്തു നിന്നും ഒരു ന്യൂസ് കിട്ടിയിരുന്നു. കാര്യം IPS ഓഫീസറിനെ കൊന്നത് ആ ഒരു സിഗ എന്ന് പറയുന്ന ആളാണെന്ന്. സിഗയെ ഈ പാർത്ഥിപൻ കണ്ടിട്ട് പോലുമില്ല. താൻ കിടക്കുന്ന സെൻട്രൽ ജയിലിൽ തന്നെ സിഗയുണ്ടെന്നും പാർത്ഥിപൻ അറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും സിഗയെ കണ്ടാൽ തനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പാർത്ഥിപന് തോന്നുകയാണ്. പക്ഷേ സിഗയെ കാണുന്നത് അത്ര എളുപ്പമല്ല. സിഗയുള്ള ബ്ലോക്കിലോട്ട് പോകുന്നത് പോലും റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ആ ഒരു സെൻട്രൽ ജയിലിനെ തന്നെ തന്റെ കൺട്രോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരാളാണല്ലോ ഈ സിഗ. അത്രയും ക്രൂരമായിട്ടുള്ള ഒരാൾ. അങ്ങനെ ഇരിക്കെ ജയിലിലേക്ക് പുതുതായി ഒരു SP ട്രാൻസ്ഫർ ആയി വരികയാണ്. ആ SP സ്വഭാവം എന്തെന്നാൽ തെറ്റ് കണ്ടാൽ അപ്പോൾ അവിടെ പ്രതികരിക്കും. അതിൽ ആളും തരമോ അങ്ങനെയൊന്നും നോക്കത്തൊന്നുമില്ല. പിന്നെ എല്ലാവരും തന്റെ കാൽക്കീഴിൽ തന്നെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള ഒരാളാണ് ഈ ഒരു SP. അവിടെ ഗുണ്ടായുസമൊന്നും SP മുന്നിൽ നടക്കത്തേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ പാർത്ഥിപനാണെങ്കിൽ എങ്ങനെയെങ്കിലും സിഗയെ കണ്ടെത്താനായിട്ട് നടക്കുകയാണ്. സിഗയുള്ള ബ്ലോക്കിലേക്ക് പോകാൻ ശ്രമിക്കുന്ന പാർത്ഥിപനെ അവിടെയുള്ള മറ്റു കുറ്റവാളികളെല്ലാം ചേർന്ന് തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. സിഗയുള്ള ബ്ലോക്കിലേക്ക് പോകാൻ ശ്രമിക്കുന്ന പാർത്ഥിപനെ മറ്റുള്ള കുറ്റവാളികളെല്ലാം ചേർന്ന് തല്ലുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വന്ന കാലം മുതൽ പാർത്ഥിപനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസുകാരനുണ്ട്. പാർത്ഥിപന് നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും ആ ഒരു പോലീസുകാരനാണ്. അയാൾക്കാണെങ്കിൽ പാർത്ഥിപനോട് ഒരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. ആ ഒരു പോലീസുകാരന്റെ ആഗ്രഹം എന്തെന്നാൽ അവിടുത്തെ SP ആകണമെന്നാണ്. എന്നാൽ അയാൾക്ക് നന്നായി ഇംഗ്ലീഷ് അറിയത്തില്ല. എക്സ്പീരിയൻസും കുറവായതിനാൽ ആ ഒരു പോലീസുകാരന് SP ആകാനുള്ള സാധ്യതയെ നഷ്ടമായി. അങ്ങനെയാണ് പുതിയൊരു SP അവിടേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നതും. ആ ഒരു SP ഈ പോലീസുകാരന് ചെറിയ ദേഷ്യമൊക്കെയുണ്ട്. കാരണം അയാൾക്ക് കിട്ടേണ്ട ചാൻസ് ആണല്ലോ ഇപ്പോൾ ഈ ഒരു SP തട്ടിയെടുത്തിരിക്കുന്നത്. വന്ന SP ഏറ്റവും കൂടുതൽ തലവേദനയായത് സിഗയ്ക്കായിരുന്നു. ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ അപ്പോൾ അവർക്ക് അടിയാണ്. സിഗയുടെ ബ്ലോക്കിൽ ആരെങ്കിലും കൈവശം മയക്കുമരുന്നുണ്ടോ എന്നറിയാനായിട്ട് അവിടെ ചെക്കിങ് നടത്തി. പക്ഷേ അവിടെ നിന്നും ഒന്നും തന്നെ കണ്ടെത്തുവാനായും പറ്റിയില്ല. അങ്ങനെ ആഫ്രിക്കക്കാരന്റെ ബ്ലോക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആഫ്രിക്കക്കാരന്റെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് കണ്ടു. നിയമപ്രകാരം ജയിലിലുള്ളവരുടെ കയ്യിൽ യാതൊരു തരം ബുക്കുകളും കൈവശം വെക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആയതിനാൽ ആ ഒരു SP ആ ഒരു ബൈബിൾ കൊണ്ടുപോകുവാനായും തീരുമാനിച്ചു. ആഫ്രിക്കക്കാരൻ SP തടഞ്ഞു. ഇത് വെറും ഒരു ബൈബിൾ അല്ലേ, ഇതെന്തിനാ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ച് SP പ്രശ്നമുണ്ടാക്കും. ഒടുവിൽ ആഫ്രിക്കക്കാരനാണെങ്കിൽ SP മേൽ കൈവച്ചു. അത് അയാൾക്ക് സഹിക്കാനായില്ല. ഒന്നാമത്തെ കാര്യം, അയാൾക്കാണെങ്കിൽ ഒരുപാട് ഈഗോ ഉള്ള ആൾ കൂടിയാണ്. ആയതിനാൽ SP ആണെങ്കിൽ ആ ഒരു ആഫ്രിക്കക്കാരനെ കൊണ്ടുപോയി തല്ലി ചതച്ചു. ആഹാരവും വെള്ളവും പോലും കൊടുക്കാതെയായി. ആ വിവരം സിഗ അറിയുകയാണ്. സിഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളിയായിരുന്നല്ലോ ആ ഒരു ആഫ്രിക്കക്കാരൻ. സിഗയാണെങ്കിൽ പോലീസ് ഓഫീസറിനോടൊക്കെ ഒരുപാട് കെഞ്ചി നോക്കും. പക്ഷെ ആര് കേൾക്കാൻ. SP ആണെങ്കിൽ അവനെ ഒരുപാട് തല്ലിച്ചതച്ചു. ഒരാഴ്ചത്തോളം അവന് ആഹാരം പോലും കൊടുക്കുന്നില്ല. സങ്കടം സഹിക്കാനകത്ത സിഗയാണെങ്കിൽ അവനൊത്തിരി ആഹാരമെങ്കിലും കൊടുക്കൂ എന്ന് കെഞ്ചുന്നു. പക്ഷെ ആരും കേൾക്കില്ല. കാരണം സിഗയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. SP മേലാണല്ലോ ആഫ്രിക്കക്കാരൻ കൈവച്ചത്. ആയതിനാൽ അവനെ ഒരുപാട് തല്ലിച്ചതച്ചു. ഒരാഴ്ചത്തോളമാണല്ലോ SP ആ ആഫ്രിക്കക്കാരനെ ആഹാരമോ വെള്ളമോ കൊടുക്കാതെ തല്ലിച്ചതച്ചത്. ആ ആഫ്രിക്കക്കാരൻ മരണപ്പെട്ടു. ആ വിവരം സിഗ അറിയുകയാണ്. സിഗയ്ക്ക് അത് താങ്ങാനായില്ല. ദേഷ്യം സഹിക്കാനാകാത്ത സിഗയാണെങ്കിൽ തന്റെ കൂട്ടാളികളോട് ഈ ഒരു ജയില് നമ്മൾ നശിപ്പിക്കുമെന്ന് പറയും. എന്നാൽ അത് കേട്ട ഇലങ്കൈ തമിഴൻ പറയും, സമാധാനപ്പെട്, ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ എടുത്തു ചാടുകയല്ല വേണ്ടത്. ജയില് നശിപ്പിച്ചാലും എന്താണ് കിട്ടാൻ പോകുക? ദോഷം നമുക്ക് തന്നെയല്ലേ. അതിനു പകരം ഈ ജയിലിൽ നടക്കുന്ന ക്രൂരതകളെല്ലാം പുറത്തുള്ള ജനങ്ങളെ അറിയിക്കണം. ഇനി വരുന്ന കുറ്റവാളികളും ഒരു മുൻകരുതലോടെ വേണം നിൽക്കാൻ. അതിന് ഈ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ നമ്മൾ പുറത്തറിയിക്കണമെന്നും തീരുമാനിക്കുന്നു. അത് കേട്ട സിഗ പറയും,
നീ ഞങ്ങളെക്കാൾ പഠിച്ചവനല്ലേ, അപ്പോൾ നീ പറയുന്നത് ഞങ്ങൾ കേൾക്കണമെന്നും സിഗ പറയുന്നു. അങ്ങനെ ഇലങ്കൈ തമിഴൻ ഒരു പ്ലാൻ ഇടുകയാണ്. എന്തായാലും സെൻട്രൽ ജയിലിൽ ക്രിസ്മസ് സെലിബ്രേഷൻ കാണും. ആ സെലിബ്രേഷന് പങ്കെടുക്കുവാനായിട്ട് ഒരുപാട് സിസ്റ്റേഴ്സും ന്യൂസ് റിപ്പോർട്ടേഴ്സും വരും. അതിലൊരു ന്യൂസ് റിപ്പോർട്ടർ വഴി ഈ ജയിലിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ എങ്ങനെയും ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതിന് വീഡിയോ ഷൂട്ട് ചെയ്തും അവർ സംസാരിക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്ത് ടെലികാസ്റ്റ് ചെയ്യണമെന്നും അവർ പ്ലാൻ ഇടും. എന്നാൽ ആ പ്ലാൻ ആണെങ്കിൽ SP അറിയുകയാണ്. ഈ ഒരു വിവരം പുറത്തറിഞ്ഞാൽ SP ജോലിയെ തന്നെ അത് ബാധിക്കുമെന്ന് SP അറിയാമായിരുന്നു. അത് തടയുവാനായി SP പ്ലാൻ ഇടുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പാർത്ഥിപനെയാണെങ്കിൽ സിഗയുടെ ആളുകൾ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാർത്ഥിപനും ടൈഗറും എപ്പോഴും പ്രശ്നമാണ്. ടൈഗറിനാണെങ്കിൽ പാർത്ഥിപനെ കണ്ടേകൂടാ. അത് കാരണം എപ്പോൾ കണ്ടാലും ടൈഗർ പാർത്ഥിപനെ ഉപദ്രവിക്കും. ആ കാര്യം പാർത്ഥിപനോട് സ്നേഹമുള്ള ആ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ SP അറിയിക്കുകയാണ്. ഇവൻ ഇവിടെ നിന്നാൽ ഇവന്റെ ജീവന് തന്നെ ആപത്താണെന്ന് SP ആ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞതിനാൽ SP പാർത്ഥിപനെ കാണുന്നു. നീ മുമ്പ് തട്ടുകടയൊക്കെ നടത്തിയിരുന്ന ആളല്ലേ, അതുകൊണ്ട് നീ ഇവിടെ ജയിലിൽ ഫുഡ് ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് പോകുവാനായും പറയുന്നു. അങ്ങനെ പാർത്ഥിപൻ അവിടുത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷമാണ് പാർത്ഥിപന് കുറച്ച് സമാധാനം തന്നെ കിട്ടിയതും. എന്നാൽ SP സിഗയൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിന്നും എങ്ങനെയും സിഗയെ തടയണമെന്നാണ്. അതിന് SP ആണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കും. എന്തെന്നാൽ പാർത്ഥിപനെ SP സഹായിച്ചല്ലോ, അപ്പോൾ പാർത്ഥിപനെ കൂടെ നിർത്താമെന്നും പ്ലാൻ ചെയ്യും. പാർത്ഥിപൻ വഴി ഈ ഒരു കാര്യം എങ്ങനെയും തടയണമെന്നും SP തീരുമാനിക്കും. എന്നാൽ പാർത്ഥിപനോട് ആ ഒരു കാര്യം നേരിട്ട് പറയുവാനായും പറ്റുന്നില്ല. അങ്ങനെ പാർത്ഥിപനെ കണ്ടിട്ട് SP പറയും, നിന്നെ കള്ളക്കേസിൽ കുടുക്കിയത് ഈ ഒരു സിഗയല്ലേ, നീ അല്ല SP കൊന്നതെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് പുറത്തു കൊണ്ടുവരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും പറയുന്നു. എങ്ങനെയെന്നാൽ ആ ഒരു ആഫ്രിക്കക്കാരൻ മരിച്ചിട്ട് 10 ദിവസമായി. അയാളുടെ ചടങ്ങുകൾ നടത്തുന്നതിനുള്ള അനുമതിയാണെങ്കിൽ സിഗ SP നിന്ന് വാങ്ങിയിരുന്നു. അന്നവർ ചിക്കൻ ബിരിയാണിയാണ് അവിടെ പ്ലാൻ ചെയ്തിരുന്നതും. സിഗ കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയിൽ ഒരു മെഡിസിൻ കലർത്തണം. അത് കഴിച്ച് സുഖമില്ലാതാകുന്ന സിഗയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ അവരവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് നടക്കത്തില്ലല്ലോ. അതാണ് SP പ്ലാനും. അക്കാര്യം പാർത്ഥിപനോടും പറഞ്ഞു. എന്നിട്ട് പറയും, സിഗയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ വഴി എങ്ങനെയായാലും നീ അല്ല ആ ഒരു കുറ്റം ചെയ്തതെന്ന് നമുക്ക് തെളിയിക്കാനായി പറ്റും. അതിന് നീ എന്നെ സഹായിക്കണമെന്നും പാർത്ഥിപനോട് പറയുന്നു. അങ്ങനെ പാർത്ഥിപനാണെങ്കിൽ SP പറയുന്ന ആവശ്യം അംഗീകരിക്കുകയും ചെയ്യുകയാണ്. പറഞ്ഞതുപോലെ തന്നെ അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. സിഗയ്ക്ക് കഴിക്കാനുള്ള ചിക്കൻ ബിരിയാണിയിൽ SP കൊടുത്ത മെഡിസിൻ കലർത്തി. ചിക്കൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞതും സിഗയ്ക്കാണെങ്കിൽ വയറുവേദന എടുക്കുവാനായും തുടങ്ങി. അവിടെയുള്ള പോലീസുകാരെല്ലാവരും ചേർന്ന് സിഗയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്. എന്നാൽ പോകുന്ന വഴി സിഗ മരണപ്പെടുന്നു. ഇത് SP പ്രതീക്ഷിച്ച ഒരു കാര്യമേ അല്ലായിരുന്നു. SPക്കും മറ്റു പോലീസുകാർക്കും ടെൻഷൻ ആകുവാനായും തുടങ്ങി. SPയും ബാക്കിയുള്ള പോലീസുകാരും ചേർന്ന് മറ്റുള്ള കുറ്റവാളികളെല്ലാം സെല്ലിലാക്കി ലോക്കും ചെയ്യുന്നു. അപ്പോൾ ടൈഗറും ബാക്കിയുള്ളവരെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. വയറുവേദനയായി കൊണ്ടുപോയ സിഗയ്ക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യമെല്ലാം അവർ ചർച്ച ചെയ്യുന്ന സമയത്താണ് സിഗ മരണപ്പെട്ട കാര്യം അവരറിയുന്നത്. അതറിഞ്ഞ ടൈഗറിനാണെങ്കിൽ ആകെ ദേഷ്യമാകുന്നു. ഈ ജയിലിനെ നമുക്ക് നശിപ്പിക്കണം, ഒന്നിനെ പോലും വെറുതെ വിടരുതെന്ന് പറഞ്ഞ് ടൈഗറും ബാക്കിയുള്ള എല്ലാ കുറ്റവാളികളും ചേർന്ന് ജയിലിലെ ആ ഒരു സെല്ലുണ്ടല്ലോ അത് നശിപ്പിക്കുവാനായും തുടങ്ങി. അതെല്ലാം പൊളിച്ച് അവരെല്ലാവരും പുറത്തേക്ക് വന്നു. എല്ലാ പോലീസുകാരെയും ഉപദ്രവിക്കുവാനായും തുടങ്ങി. ജയിലിലാണെങ്കിലോ വല്ലാത്ത പ്രശ്നം നടക്കുന്ന കാര്യം പുറത്തറിയുകയാണ്. രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ അറിഞ്ഞു. എല്ലാവരും SP വിളിച്ച് വിവരം തിരക്കുന്നുമുണ്ട്. ബാക്കിയുള്ളവരാരും അറിയുന്നതിന് മുമ്പ് എങ്ങനെയും ആ പ്രശ്നം ഒത്തുതീർപ്പാക്കുവാനായും SP പറയുന്നുമുണ്ട്. എന്നാൽ പോലീസുകാർക്കാർക്കും അവരെ തടയുവാനായും പറ്റിയില്ല. 10,000-2000 പേരുണ്ട്. പോലീസുകാരാകെ 20 പേര് മാത്രമല്ലേ കാണൂ. എല്ലാ പോലീസുകാരെയും അവർ കൊന്നു. ഈ പ്രശ്നം എങ്ങനെയും അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് SP ടൈഗറിനോടും കൂട്ടാളികളോടും സംസാരിക്കുവാനായും തീരുമാനിക്കുന്നു. ടൈഗറിനൊപ്പം ഒരാളുണ്ടല്ലോ, ഇലങ്കൈ തമിഴൻ. ഇലങ്കൈ തമിഴന്റെ സ്വഭാവം എന്തെന്നാൽ ന്യായത്തിനു വേണ്ടി മാത്രം വാദിക്കുന്ന ഒരാളല്ലേ, സത്യത്തിന്റെ സൈഡ് നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇലങ്കൈ തമിഴൻ ഒരാവശ്യം മുന്നോട്ട് വെക്കുന്നു. ഞങ്ങൾ ഇതെല്ലാം അവസാനിപ്പിക്കാം, പക്ഷേ ഇതിന് 2 കാര്യം നിങ്ങൾ ചെയ്യണം. 1, സിഗ മരണപ്പെട്ടത് എങ്ങനെയാണ്, ആരാണ് കൊന്നതെന്ന് പറഞ്ഞു തരണം. 2, ഈ ജയിലിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അത് ഇവിടെയുള്ള കുറ്റവാളികളെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ആ റൂൾസ് എല്ലാം എടുത്തു കളയണമെന്നും പറയുന്നു. എന്നാൽ ഈ 2 ആവശ്യത്തിനും SP തയ്യാറാകുന്നതുമില്ല. SP അതിന് സമ്മതിക്കാത്തതിനാൽ പ്രശ്നം രൂക്ഷമായി മാറി. സർക്കാരിന് പോലും അവരെ കൺട്രോൾ ചെയ്യാത്ത വിധം ആ പ്രശ്നം അതിര് കടക്കുവാനായും തുടങ്ങി. SPക്കാണെങ്കിൽ പ്രഷറും കൂടി വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ പാർത്ഥിപനെ എങ്ങനെയും ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു മോഹവുമുണ്ട്. അതിനിടയിലൂടെ പാർത്ഥിപൻ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുമുണ്ട്. എന്നാൽ ഇലങ്കൈ തമിഴനും ടൈഗറും ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ആ ജയിലിൽ 3 MLA-മാരുണ്ട്. ഈ MLA-മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാകും. ഒന്നുകിൽ ഈ 3 MLA-മാരെ നമ്മളോടൊപ്പം നിർത്തണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം പുറത്തു നടക്കുമെന്നും അവർ പ്ലാൻ ചെയ്യുന്നു. അതിലൊരാളെ കൊല്ലണമെന്നും അവർ തീരുമാനിക്കുകയാണ്. ഇത് പാർത്ഥിപൻ അറിയുകയാണ്.
പാർത്ഥിപൻ അപ്പോൾ ചിന്തിക്കും, ഈ 3 MLA-മാരെയും ഹെൽപ്പ് ചെയ്താൽ ഉറപ്പായും ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ അവരെന്നെയും സഹായിക്കും. അതുകൊണ്ട് അവരെ സഹായിക്കുവാനായും തീരുമാനിക്കുന്നു. എന്തായാലും MLA-മാരുടെ കയ്യിൽ പോലീസിനെ വിളിക്കാനായിട്ടുള്ള വാക്കി ടോക്കിയൊക്കെ കാണുമല്ലോ. ആ വാക്കി ടോക്കിയും പാർത്ഥിപൻ കണ്ടുപിടിക്കുകയാണ്. പാർത്ഥിപൻ SP-യെ കണ്ടിട്ട് ടൈഗറിന്റെയും ഇലങ്കൈ തമിഴിന്റെയും പ്ലാൻ SP-യോട് പറയുന്നു. ആ 3 MLA-മാരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് SP-യുടെ ജോലിയെ തന്നെയാകും. അതുകൊണ്ട് എങ്ങനെയും അവരെ രക്ഷിക്കണമെന്നും SP തീരുമാനിക്കുന്നു. അവര് 3 പേരെയും അടച്ചിട്ടിരിക്കുന്ന സ്ഥലവും കണ്ടെത്തുകയാണ്. അങ്ങനെ SP-യും കുറച്ച് പോലീസുകാരും ആ ഒരു 3 MLA-മാരെയും കണ്ടെത്തുവാനായിട്ട് ജയിലിനുള്ളിലേക്കും പ്രവേശിക്കുകയാണ്. അതേസമയം ജയിലിൽ വല്ലാത്ത പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് പാർത്ഥിപനോട് സ്നേഹമുള്ള ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാളും ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ കയ്യിൽ തോക്കുമൊക്കെയുണ്ട്. എന്നിട്ട് ആ ഒരു പ്രശ്നത്തിൽ വളരെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന കുറ്റവാളികളെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അവരാണ് ആ പ്രശ്നം വലുതാക്കിക്കൊണ്ടിരിക്കുന്നതും. അതിൽ ടൈഗറും ഇലങ്കൈ തമിഴനും മരണപ്പെടുന്നു. അതേസമയം SP ആണെങ്കിൽ ബാക്കിയുള്ള കുറ്റവാളികളുടെയൊക്കെ കയ്യിൽ പെടുകയാണ്. SP-യോട് അവർ ചോദിക്കും, എങ്ങനെയാ ഞങ്ങളുടെ സിക മരിച്ചത്, പറയടാ, നീയല്ലേ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ SP ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റും. അവിടെയുണ്ടായിരുന്ന പാർത്ഥിപനെ കണ്ടിട്ട് SP പറയും, പാർത്ഥി പറയടാ, എങ്ങനെയാ സിക മരിച്ചത് എന്ന്. അത് കേട്ടതും പാർത്ഥിക്ക് ഒരു കാര്യം മനസ്സിലായി. എല്ലാ കുറ്റവും തന്റെ മണ്ടയിൽ കൊണ്ടുവന്ന് കെട്ടുകയാണെന്ന് പാർത്ഥിക്ക് മനസ്സിലായി. ദേഷ്യം വന്ന പാർത്ഥിയാണെങ്കിൽ, ഞാനാണോ കൊന്നത്, നീ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ച് അപ്പോഴും നല്ല കലിയായി നിൽക്കുന്ന പാർത്ഥിയാണെങ്കിൽ അവിടെയുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് SP-യെ കുത്തി കൊലപ്പെടുത്തുന്നു. അത്രയും ദേഷ്യം പാർത്ഥിപന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. സികയെ കൊണ്ട് സത്യം പറയിച്ചിട്ട് എങ്ങനെയെങ്കിലും പാർത്ഥിപനെ പുറത്തിറക്കാം എന്നൊരു വിശ്വാസം കൊടുത്താണല്ലോ SP തന്നെ ചതിച്ചത്. ആ ഒരു വിശ്വാസ വഞ്ചനയാണ് പാർത്ഥിപന് താങ്ങാൻ പറ്റാതെ SP-യെ കൊന്നുകളഞ്ഞതും. അതോടുകൂടി ജയിലിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാവരും മരണപ്പെട്ടു. ടൈഗർ, സിക, പിന്നെ ഒരു ആഫ്രിക്കക്കാരനും ഇലങ്കൈ തമിഴനും. അതോടുകൂടി ജയിലിലെ കൺട്രോൾ മുഴുവൻ പോലീസുകാരുടെ കയ്യിലും വന്നു. SP മരണപ്പെടണമെന്ന് മറ്റൊരു പോലീസിനും ആഗ്രഹമുണ്ടായിരുന്നു. പാർത്ഥിപനോട് നല്ല കമ്പനിയുള്ള ആ ഒരു പോലീസ് ഉണ്ടല്ലോ, അയാൾക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആ ജയിലിന്റെ ഫുൾ കൺട്രോൾ ആ ഒരു പോലീസുകാരന്റെ കയ്യിലും വന്നു. പക്ഷേ പാർത്ഥിപന് ജയിലിൽ നിന്നും പുറത്ത് കടക്കാനായി പറ്റിയെന്ന് ചോദിച്ചാൽ ഇല്ല. പാർത്ഥിപന്റെ മേൽ ചാർത്തിയിട്ടുള്ള ആ ഒരു കുറ്റം തെളിയിക്കാനായും പറ്റിയില്ല. മാത്രവുമല്ല, പാർത്ഥിപൻ ഇപ്പോൾ SP-യെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു. അത് കാരണം പാർത്ഥിപന് പുറത്തിറങ്ങാനായും പറ്റുന്നില്ല. എന്നാൽ പാർത്ഥിപൻ രക്ഷിച്ച ആ ഒരു MLA ഉണ്ടല്ലോ, ആ MLA പുറത്തു വന്നതിന് ശേഷം പാർത്ഥിപന്റെ കാമുകിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് പുതിയൊരു ഹോട്ടലും ആരംഭിച്ചു കൊടുത്തു. അതോടുകൂടി അവരുടെ ജീവിതം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പാർത്ഥിപൻ ജയിലിൽ കിടന്നിട്ടായാലും പുറത്തുള്ളവന്റെ വേണ്ടപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനായി പാർത്ഥിപന് കഴിഞ്ഞു. അങ്ങനെ ജയിലും സമാധാനമായി മുന്നോട്ട് പോവുകയാണ്. പോലീസിന്റെ കൺട്രോളിലാണ് ഇപ്പോൾ ജയിലും. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.